പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും മഹാന്മാരായ ആളെന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? കാര്യമൊന്നുമില്ല. ഇപ്പം ട്രംപിന് അവരെ കൊണ്ടാണ് കാര്യം. കാരണം ട്രംപിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പ്ലാനിൽ, ജിയോ പൊളിറ്റിക്കൽ പ്ലാനിൽ ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ അവർ അടുത്തൊരു സുഹൃത്തായി അവർക്ക് ഇന്ത്യനെ വേണ്ടിയിരുന്നു. അതായത് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് അവർ ചൈനയും ഓസ്ട്രേലിയയും ഇന്ത്യയും ഓസ്ട്രേലിയയും സിംഗപ്പൂരും ജപ്പാനും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ക്വാഡ്രിലാറ്ററൽ അലയൻസ് ഒക്കെ ഉണ്ടാക്കിയത്. കോഡ് അങ്ങനത്തെ അതിൻ്റെ പേര്. പക്ഷേ ഇന്ത്യ സ്വന്തം പരമാധികാരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ താളത്തിനനുസരിച്ചുള്ള ഇന്ത്യയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ത്യനെ കുറേ പുകഴ്ത്തി നോക്കി. മോഡി പുകഴ്ത്തലൊക്കെ കേട്ട് വളരെ നന്നായി, താങ്ക് യു സർ, താങ്ക് യു, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞില്ല. പക്ഷേ അതനുസരിച്ച് ആക്ട് ചെയ്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യനെ അവരുടെ അണ്ടറിൽ കിട്ടില്ല. പിന്നെ അവർക്ക് അടുത്ത പ്ലാൻ ഇന്ത്യനെ ഇവാഞ്ചലൈസ് ചെയ്യാന്നുള്ള പരിപാടിയുണ്ട്. അതിനും BJP RSS ഉള്ള സമയത്ത് നടക്കില്ല എന്ന് അവർക്ക് അറിയാം. അപ്പോൾ ആ സമയത്ത് ഇതിപ്പോൾ നഷ്ടക്കച്ചവടമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പണ്ടത്തെ ഇന്ദിരാഗാന്ധി ഇറയെ പൊളിറ്റിക്സിലേക്ക് പോയി. അതായത് പാകിസ്ഥാൻ ആ സമയത്ത് സിയാവുലൊക്കെ യഹിയ ഖാൻ തുടങ്ങിയ പട്ടാള ഭരണാധികാരികളെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പിന്തിരിപ്പന്മാരെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യക്കെതിരെ. ആ പരിപാടിയിലേക്ക് തിരിച്ചു പോയതാണ് ഈ ട്രംപ്. ഞാൻ RSS പണ്ടേ വന്നിട്ടുണ്ട്. ട്രംപ് ചിരിക്കുന്നത് കണ്ടിട്ട് വെറുതെ നിങ്ങൾ ട്രംപിന് ജയ് വിളിക്കണ്ട. അയാൾ അവിടെ പക്കാ നേഷനിസ്റ്റാണ്. പിന്നെ അയാൾക്ക് അമേരിക്കയുടെ പൊതുരാഷ്ട്രീയത്തിൽ മാറി ചിന്തിക്കാൻ പറ്റിയില്ല. ഇവന്മാരുടെ ട്രംപ് ജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് തന്നെ ഇപ്പോൾ RSS, അതായത് ഈ ഭയങ്കര ഞാൻ മുസ്ലിമാണ്. ഇപ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ട തെറ്റായ പോണത് ഞാൻ ശക്തമായി ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ ഞാൻ ഈ മതത്തെ പറ്റി ഇവാഞ്ചലിസ്റ്റുകൾ പടച്ചു വിടുന്ന നെഗറ്റീവ്സ്, ലോകത്തെ ഏറ്റവും വലിയ മോശം മതമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഞാൻ പറയില്ല, അങ്ങനെയല്ല. എല്ലാ മതങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണ്, നല്ല മതങ്ങൾ തന്നെയാണ്. പിന്നെ ചില നെഗറ്റീവ്സ് ചെയ്ത് മാത്രമല്ല അത്. അങ്ങനെയുള്ള ആളുകളെ പൊക്കിക്കൊണ്ടുവന്നിട്ട് മുസ്ലിം വിരുദ്ധത വന്നിട്ട് മുസ്ലിംസിനെ കൂടുതൽ ഹിന്ദുസ് അകറ്റുന്ന പരിപാടി RSS ചിലപ്പം ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളെയൊക്കെ. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് തെറ്റായ ഒരു സമീപനമാണ്. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി, ആരിഫ് ഹുസൈൻ്റെ കാര്യത്തിൽ മനസ്സിലാകാൻ പോകുന്നുള്ളൂ. RSSൻ്റെ നിലപാട് ഞാൻ മനസ്സിലാക്കിയുള്ളൂ ഇതല്ല. അത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെയാണ് ഏത് മതത്തെ, എനിക്കൊക്കെ പല മതത്തെ പറ്റി അറിയാം, ഞാൻ പറയാത്തോണ്ടല്ലേ. അപ്പോൾ ഈ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യ എന്ന ശത്രുവിനെ മുൻനിർത്തി മാത്രമാണോ അമേരിക്കയുടെ നീക്കം? ഇന്ത്യയാണ്. കാരണം ചൈനയ്ക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ല, അവർക്കറിയാം. പാകിസ്ഥാനിൽ, ഇന്ത്യയിലല്ല മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുന്നത്, പാകിസ്ഥാനിലാണ്. മുസ്ലിം വീടുകളിലേക്ക് ഓരോ ഹാൻ വംശജനെ കയറ്റി വിട്ടിട്ടാണല്ലോ പെൺകുട്ടികളെ ഗർഭിണിയാക്കിയിട്ട് വംശശുദ്ധി ഇല്ലാതൊക്കെ. മദ്രസ പഠനം സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ 5ാം ക്ലാസ് തൊട്ട് 5 വയസ്സ് തൊട്ട് മദ്രസ പോയി തുടങ്ങിയാണ്. അവിടെ ചൈനയിൽ മദ്രസ പോകാൻ 15 വയസ്സിലേ പറ്റുള്ളൂ. ചൈനയിൽ അവിടെ എന്താ സിൻജിയാങ് പ്രൊവിൻസിൻ്റെ ടർക്കിഷ് മുസ്ലിങ്ങളുണ്ട്. അവരെ ഭീകരമായിട്ട്, അവർ പണ്ടത്തെ ചൈനയെ ഭരിച്ചിരുന്ന ആളുകളാണ്. അവരെ ഭീകരമായി വംശഹത്യ ചെയ്യണം. ഇതൊന്നും ഇന്ത്യയിൽ മോഡി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന നടക്കുന്ന ഈ പാകിസ്ഥാൻ ഭരണാധികാരികൾ ചൈനയുടെ കാര്യത്തിൽ മുണ്ടില്ല. അല്ല, അമേരിക്ക എന്തിനാണ് ഇത്രയും പ്രാധാന്യം പാകിസ്ഥാൻ നൽകുന്നത്? ഇന്ത്യ എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അല്ല, ഒന്ന് അവർക്ക് ഇന്ത്യയെ ഇൻറ്റിമിഡേറ്റ് ചെയ്യണം. ഇന്ത്യയെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് ഇന്ത്യനെ വലിക്കുന്നേക്ക് നിർത്തിയിട്ട് ചൈനയ്ക്കെതിരെ ഉപയോഗിക്കണം. അതിന് പാകിസ്ഥാൻ ഉപയോഗിക്കണം. പിന്നെ ആ ഏരിയയിൽ അഫ്ഗാനിസ്ഥാനെ കൺട്രോൾ ചെയ്യണമെങ്കിലും ആ ഏരിയനെ കൺട്രോൾ ചെയ്യുന്ന ഇറാനെതിരെ ഓപ്പറേഷൻ നടത്തണമെങ്കിലും പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് പങ്കുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വലിയ രീതിയിൽ തെറ്റുന്നുണ്ടല്ലോ, ആക്രമണങ്ങൾ തുടരുന്നു. അല്ല, അതുണ്ടല്ലോ. അവിടെ ഈ താലിബാൻ കുറച്ച് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോയത് ഫീൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നിങ്ങൾ വഴുതി മാറി പോകണ്ട. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പോകണ്ട, അങ്ങനെ വിചാരിക്കണം, വലിയ ആളാവണ്ട എന്നുള്ള ഒരു സൂചന കൂടി കൊടുത്താൽ പാകിസ്ഥാൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ കേട്ടോണം. കാരണം പാകിസ്ഥാനാണ് അവരുടെ റിമോട്ട്ലി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ ഇൻഡിപെൻഡൻസ് അവർ ഏതാണ്ട് അസേർട്ട് ചെയ്യുന്നുണ്ട്. അത് അമേരിക്ക താല്പര്യമല്ല. അമേരിക്കയുടെ ഒരു പപ്പൻ നാഷനായി നിൽക്കുമ്പോൾ താലിബാൻ അവർക്ക് ആവശ്യം. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം ചൈനയാണ്. ചൈനയെ കണ്ടെയ്ൻ ചെയ്യണം. ചൈനയ്ക്കെതിരെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരില്ലെന്ന് അവർക്ക് അറിയാം. ചൈനേനെ ഇന്ത്യ ഉപയോഗിച്ച് കണ്ടെയ്ൻ ചെയ്യണം. അത് അതിന് കിട്ടാത്തതുകൊണ്ട് ഇന്ത്യയെ പാകിസ്ഥാൻ ഉപയോഗിച്ച് കണ്ടെയ്ൻ ചെയ്യണം. ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ പാകിസ്ഥാന് ആത്യന്തികമായി എന്തെങ്കിലും ഗുണം ലഭിക്കുമോ? പാകിസ്ഥാന് കുറച്ച് ഫണ്ടും അതൊക്കെ കിട്ടും, അത്രയും കുറച്ച് ആയുധങ്ങളൊക്കെ കിട്ടും. വേണമെങ്കിൽ ഇന്ത്യനെ ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കാനുള്ള മിലിറ്ററി പവർ, ഇൻ ദ സെൻസ് എയർ പവർ ഒക്കെ ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. അത് ഈ സാമ്രാജ്യത്തെ ഏത് രീതിയിൽ ചിന്തിക്കാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് യുദ്ധങ്ങൾ തീരുമാനിക്കുന്നത് എയർ പവറാണ്. അത് പാകിസ്ഥാൻ്റെ കയ്യിൽ അവർ പല മുമ്പും ചെയ്തിട്ടുണ്ട്. 65 ഇന്ത്യക്കില്ലാത്ത നൈറ്റ് വിഷൻ ക്യാമറാസും മറ്റൊരു പാകിസ്ഥാൻ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ തോൽപ്പിച്ചു. 65 നമ്മൾ തോൽപ്പിച്ച യുദ്ധത്തിൽ. അതുപോലെ ഇനിയും ചെയ്തേക്കാം. പക്ഷേ ഈ ചൈനയും പാകിസ്ഥാനുമായിരുന്നല്ലോ കുറച്ച് നാൾ വലിയ രീതിയിൽ സൗഹൃദത്തിലുണ്ടായിരുന്നു. അവരിപ്പോഴും സൗഹൃദത്തിലാണല്ലോ. പക്ഷേ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു അടി കൊടുത്തിട്ട് അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണം. ഇതാണ് അവരുടെ പ്ലാൻ. ഇതൊന്നും നടക്കുമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം? അവസാനം ഗതി കെട്ടിട്ട് ഇവരെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് മാറുന്നു, ജപ്പാനൊക്കെ പോലെ. എന്നിട്ട് നമ്മൾ തന്നെ സാമ്പത്തിക ശക്തി ആയിക്കോട്ടെ, നമ്മളെ സൈനിക ശക്തി ആയിരുന്നു, നമ്മളെ റിസർച്ചൊക്കെ നമ്മൾ നിർത്തി വെക്കണം.
എന്നിട്ട് നമ്മൾ ചൈനയ്ക്കെതിരെ നമ്മൾ മൂവ് ചെയ്യണം. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ അസീം മുനീർ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അവിടെ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മുൻ പട്ടാള മേധാവികൾ ഇത്തരം സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ അവിടെ പട്ടാള അട്ടിമറിയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അട്ടിമറിയിലേക്ക് എന്തുകൊണ്ട് അസീം മുനീർ കടക്കുന്നില്ല? അല്ല, അട്ടിമറിക്കുക പിന്നിൽ നിന്ന് ഭരിക്കേണ്ട സുഖം. ഇപ്പം എനിക്ക് മുഖ്യമന്ത്രി ഞാൻ സാധ്യമായിട്ട് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി, ഞാൻ നിന്നെ മുഖ്യമന്ത്രി, ഞാൻ നിന്നെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കും. നീ അങ്ങനത്തെ ഒരു കഴിവുകെട്ടവനാണെങ്കിൽ, നീ കഴിവുകെട്ടവനാണെന്ന് എനിക്ക് അറിയില്ല, കഴിവുകെട്ടവനാണെങ്കിൽ ഞാൻ നിന്നാക്കും, നീ കഴിവുള്ളവനാണെന്ന് നിന്നാക്കില്ല. എപ്പോഴും പിന്നിലിരുന്ന് പോയി മുതലാളി വലിയ ടാറ്റയും ബിർളയും അംബാനിയും ഒന്നും രാഷ്ട്രീയത്തിൽ വരാത്തത്. അതിൻ്റെ ആവശ്യമില്ല. അത് ഈ കസേര നമ്മളെ കയ്യിൽ എങ്ങനെ ഇരുന്നാൽ പോരെ. പിന്നെ മോഹൻ തോമസ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മന്ത്രി പണ്ട് ഒരു അട്ടിമറി ഉണ്ടായപ്പോൾ പട്ടാള മേധാവി വർഷങ്ങളോളമാണ് ഭരണം. അല്ല, അവിടെ എന്താ സംഭവിച്ചത്, അന്നൊക്കെ എന്താ ശക്തരായ സിവിലിയൻ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്ന് ശക്തരായ സിവിലിയൻ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് പിന്നെ നമ്മളെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ എല്ലാ കാലത്തും സിവിലിയൻ ഭരണകൂടം വളരെ ശക്തമാണ്. പാകിസ്ഥാനിൽ എന്താണ്, പാകിസ്ഥാനിൽ അന്ന് ഭേദപ്പെട്ട സിവിലിയൻ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അപ്പം പട്ടാളത്തിൽ നേരിട്ട് രംഗത്ത് വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇന്ന് ശക്തനായ ഒരു ഭരണാധികാരിയേ ഉള്ളൂ, അത് ഇമ്രാൻഖാനാണ്. അങ്ങനെ ജയിലിലാണ്. അപ്പോൾ ഇന്ന് മറ്റേ ഈ പറയുന്ന പുതിയ അവരുടെ പ്രധാനമന്ത്രി, അങ്ങനെ പേര് പോലും എനിക്കറിയില്ല. നവാസ് ഷെറീഫൊക്കെ ശക്തനായിരുന്നു, അതുകൊണ്ട് പർവേഷ് മുഷറഫ് നേരിട്ടോ. അല്ലെങ്കിൽ ഭൂട്ടോ ശക്തനായിരുന്നു, അതുകൊണ്ട് മറ്റേ കക്ഷി പിന്നെ ഹക്ക് നേരിട്ട് വന്നു. ഇതല്ലല്ലോ അല്ല. പക്ഷെ ഇടക്കാലത്ത് നോക്കുമ്പോൾ ഇത്ര ഈ വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യുന്ന ഒരു ആളായി മാറിയില്ല അസീം മുനീർ. അതുണ്ട് അസീം മുനീർ, അത് മതിയല്ല അസീം മുനീറിന്. പിന്നെ അധികാരം അസീം മുനീറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും അയാളെ കുറ്റപ്പെടുത്തില്ല. കുറ്റം ഷഹബാസ് ഷെറീഫിനെ കിട്ടുക, അതല്ലേ ഏറ്റവും സുഖം. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ട്രംപ് എന്തുകൊണ്ടായിരിക്കും പരിഗണിക്കുന്നത്? ട്രംപ് പരിഗണിക്കുന്ന അങ്ങനെയുള്ള സംവിധാനമാണ് ട്രംപിനും നല്ലത്. ട്രംപിന് ഇതപ്പേരിക്കില്ലല്ലോ, അതൊക്കെ സുഖമായിട്ട് കൺട്രോൾ. ഇപ്പം നവാസ് ഷെരീഫിനോട് എല്ലാം നടക്കണമെന്നില്ല, കാരണം അയാൾ സ്റ്റാച്ചുള്ള നേതാവ്. പക്ഷേ ഷഹബാസിനടുത്ത് കാര്യം നടക്കും. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ട ദുർബലരായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. അതാണ്. പക്ഷെ മുൻ സേനാ മേധാവി അപേക്ഷിച്ച് വലിയ രീതിയിൽ തന്നെ ഈ ഭീകര സംഘടനകളുമായി ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അസീം മുനീർ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതല്ല, മുമ്പെല്ലാം അവിടുത്തെ പട്ടാള ഭരണാധികാരികളും പക്ഷെ നേരിട്ട് ക്യാമ്പിൽ പങ്കെടുത്ത നേരിട്ട് പങ്കെടുത്തല്ല, ഇവന്മാര് രഹസ്യമായി പങ്കെടുത്തില്ല. നിന്നോടാരും ബഹുമാനം ഇതൊക്കെ ചെയ്യും. അത് ഇന്ന് അത് പുറത്ത് പരിശീലനം നൽകിയിട്ടുള്ള മറ്റൊരു പരിശീലനം നൽകിയ മാത്രമല്ല, ഇവന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ പുറത്ത് അന്ന് ഫോട്ടോ അവർ കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് അവർ ഫോട്ടോ കൊടുത്തു. അതായത് ഒരു എന്താ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അവിടുത്തെ ജനങ്ങൾ എന്ന് വെച്ചാൽ അത് 50% തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അവർ ഈ പട്ടാളത്തെ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതൊന്നും ബാധിക്കില്ല. അവിടുത്തെ ജനം ഇന്ത്യക്കാരെ പോലെ നിങ്ങൾ കരുതണ്ട. അവർ പകുതിയെങ്കിലും ഭ്രാന്തന്മാരാണ്, പകുതി നല്ലവന്മാരുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.